കൊല്ലം അഞ്ചലിൽ വഴിയോര കച്ചവടക്കാരിയായ വൃദ്ധയുടെ സ്വർണ്ണമാല പിടിച്ചുപറിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട ആളിനെ അഞ്ചൽ പോലീസ് തിരയുന്നു. അഞ്ചൽ ചന്തമുക്കിൽ BVUP സ്കൂളിന് സമീപത്തിരുന്ന് നൈറ്റി വ്യാപാരം നടത്തുന്ന വൃദ്ധമാതാവായ അഞ്ചൽ വയല സ്വദേശിനി ഓമനയുടെ കഴുത്തിൽ കിടന്ന 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണത്താലിമാലയാണ് ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന യുവാവ് പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. അല്ലാതെ എനിക്ക് ചോദിക്കാൻ, എനിക്ക് പണം ശേഖരിക്കാൻ വരുന്നതല്ല. ഞാൻ എൻ്റെ കടവും വീട്ടി എൻ്റെ കൊച്ചുങ്ങളെയും പറഞ്ഞു വിട്ട് കടങ്ങൾ വീട്ടാനായിട്ട് വന്നിരിക്കുന്നവളാണ് ഞാൻ. അതിന് തന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇതേ രീതിയിൽ കാരണം കൊണ്ടുപോയി അവർ ഒരു കാലത്തും അവന് കരുതിയിട്ടല്ലേ ഒരു കാലത്തും കെട്ടി. ഈ മഴയിൽ തന്നെ എൻ്റെ കാല് ഉണ്ടായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പോലെ ഞാൻ ആരോടെ കൈ നീട്ടുന്നു. ഇങ്ങനെ വന്നി നമ്മൾ കച്ചവടം ചെയ്ത് പൈസ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നു. വയലാ സ്വദേശി ഓമനയാണ് എൻ്റെ അടുത്തുള്ളത്. അഞ്ചൽ ചന്തമുക്കിൽ ഫുട്പാത്തിലിരുന്ന് തുണിക്കച്ചവടം ചെയ്യുന്ന അമ്മയാണ്. ഈ അമ്മയുടെ കഴുത്തിൽ കിടന്ന 2 പവനോളം വരുന്ന സ്വർണ്ണമാല ഇന്ന് ഒരാൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു സങ്കടകരമായ ഒരു സംഭവം അഞ്ചൽ ചന്തമുക്കിൽ നടന്നു. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് 1:45 കൂടിയാണ് സംഭവം നടന്നത്. അമ്മ അപ്പോഴേ തന്നെ അഞ്ചൽ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കൊടുത്ത് അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ CCTV ദൃശ്യം എടുത്തിട്ട് വ്യക്തമല്ല, ഫോട്ടോ വ്യക്തമല്ല. അപ്പോൾ എന്തായാലും നാളെ അത് അന്വേഷിച്ച് നാളെ രാവിലെ തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു സമീപനം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നാളെ തൊട്ടത് അന്വേഷിക്കാമെന്നും ഉടൻ തന്നെ അന്വേഷണം നടത്തി CCTVയിലെ ക്യാമറ പരിശോധിച്ച് ഫോട്ടോ എടുത്താൽ വ്യക്തമല്ല. ബാക്കി ഇനിയും അതൊന്നും അറിയില്ല. നടന്ന് ഇങ്ങനെ നടക്കുക. ഇനി എന്തിൽ വന്നറിയത്തില്ല. മേലോട്ട് കയറി ഓടി അങ്ങ് പോയി. പുല്ലൊക്കെ വളർന്ന് ഒരു 35-40 വയസ്സ് കാണുമെന്ന് പറയുന്നില്ല. മാസ്ക് ഇരുന്നോണ്ട് നമുക്ക് വ്യക്തമല്ല. മാസ്കും തൊപ്പിയുണ്ട്, തുണിയുടെ തൊപ്പിയുണ്ട്. എന്തായാലും മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയ ഒരാളാണ് ഈ പാവപ്പെട്ട അമ്മയുടെ കയ്യിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ 2 പവനോളം വരുന്ന സ്വർണം മാല പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അമ്മ വലിയ സങ്കടത്തിലാണ്. പറഞ്ഞോ. എനിക്ക് ഇനി ഒന്നുമില്ല. എനിക്ക് പറയാൻ എൻ്റെ ജീവിതം മുട്ടിച്ചിട്ടും പോയി. ആകെ തുണി കച്ചവടം ചെയ്ത് കിട്ടുന്ന മാക്സിമം തോർത്തൊക്കെ കച്ചവടം ചെയ്യുന്ന വലിയ കച്ചവടമൊന്നും അല്ല. എന്തായാലും ആ കുറ്റവാളിയെ കണ്ടെത്താൻ അഞ്ചൽ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യമൊക്കെ പരിശോധിച്ച് അവനെ പിടികൂടും, ഉറപ്പാണ്. ഏകദേശം ഒരു 1:30 കഴിഞ്ഞ് 1:45 സമയമായപ്പോഴും ഓമന ചോറ് കൊണ്ടിട്ട് അവിടെ മഴയത്ത് ഇങ്ങനെ ഒരു ചെറിയ കുടയുടെ കീഴിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇയാൾ പല പ്രാവശ്യം അതിലിങ്ങനെ റോഡിൽ നടക്കുകയും ഒക്കെ ചെയ്ത് അതിനുശേഷം വന്ന് അടുത്തുകൂടി തുണിയെടുക്കുന്ന രീതിയിലൊക്കെ വന്ന് ലോഹ്യം വിട്ട് സംസാരിച്ച് എവിടെ താമസിക്കുന്നത് എന്നൊക്കെ ലോഹ്യമൊക്കെ ചോദിച്ചിങ്ങനെ നിന്നതിന് ശേഷം ഇവളിങ്ങനെ ഇരുന്ന ആ സമയത്ത് പുറകുവശത്ത് ഇങ്ങനെ നടന്നിങ്ങോട്ട് വന്ന് പൊട്ടിച്ചും കൊണ്ട് ഓടി. അതിൻ്റെ ഇടതുവശത്തുള്ള ഇടവഴിയിലൂടെ ഓടിപ്പോയി. തൊട്ട് പുറകെ അവിടെ അടുത്ത് ലോട്ടറി കച്ചവടം നടക്കുന്ന ഒരു പയ്യൻ കൂടെ ഓടിയെങ്കിലും കിട്ടിയില്ല. എന്തോ തൂക്കം വരും? 2 ഗ്രാം 2 പവനും 18 ഗ്രാം താലിയും കൂടെ ചേർത്ത് 18 ഗ്രാം സ്വർണ്ണമുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവത്തിൽ അഞ്ചൽ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. മാസ്കും തൊപ്പിയും വെച്ച യുവാവാണ് ഓമനയുടെ അടുത്ത് കൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിൻ്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.